الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدًا عبده ورسوله صفيه وخليله، تركنا على المحجة البيضاء ليلها كنهارها، لا يزيغ عنها إلا هالك. صلوات ربي وتسليماته وتبريكاته عليه وآله وصحبه وسلم تسليما كثيرا. أيها الناس، اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين. صدق الله مولانا العظيم. ما أحد يدخل الجنة يحب أن يرجع إلى الدنيا وله ما على الأرض من شيء إلا الشهيد، فإنه يتمنى أن يرجع إلى الدنيا فيقتل 10 مرات لما يرى من الكرامات. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ ഏറെ പെരുസത്തില് എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമദാനിലെ 2ാമത്തെ പത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. റമദാനിലെ പകുതി ഭാഗം നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിനരാത്രങ്ങൾ ഓരോ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മുമ്പത്തേതിനേക്കാളും അമൂല്യമായിട്ടിക്കർ, വിലമതിക്കാനാകാത്തതായിട്ടിക്കർ. ഈ പരിശുദ്ധ റമദാൻ ലോക ചരിത്രം, ഇസ്ലാമിക ചരിത്രം നാം പരിശോധിച്ചാൽ ഒരുപാട്
ഐതിഹാസികമായിട്ടിക്കരെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമായിട്ടിക്ക. ഒരുപാട് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നടന്ന ഒരു മാസമായിട്ടിക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക ജയിച്ചടക്കി അറേബ്യൻ പെനിൻസുലയുടെ അറേബ്യൻ ഉപദ്വീപിൻ്റെ അധിപനായി തീർന്നതിന് കാരണമായിട്ടിക്കരെ മക്കം ഫത്ഹ്. അത് ഇതുപോലത്തെ ഒരു റമദാൻ മാസത്തിലായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ മാസത്തിലുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വലിയ ശ്രദ്ധേയമായ മഹത്തായ ഒരു സംഭവമായിട്ടിന്ത് ബദർ യുദ്ധം. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഹത്തായിട്ടിക്കരെ ഉദാത്തമായിട്ടിക്കരെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത തുല്യതയില്ലാത്ത ഒരു യുദ്ധമായിട്ട് ഇന്ന് ബദർ യുദ്ധം കൊണ്ട് ചൊല്ലുന്നത്. എന്തേ? ഒരുപാട് യുദ്ധത്തെ പറ്റി നാം കേട്ടുറ. ആ യുദ്ധം കൊണ്ട് ചെന്നെങ്കിൽ ഏതെങ്കിലും ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിന്നതല്ല, വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധം ലോകചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ചൊല്ലുന്ന യുദ്ധം, ഇറാൻ ഇറാഖ് ചൊല്ലുന്ന അങ്ങനിടയിലുണ്ടായ യുദ്ധം, ഈ അടുത്ത കാലത്ത് ഉക്രൈനും റഷ്യയും തമ്മിലുണ്ടായ യുദ്ധം. അങ്ങനെ ലോക ചരിത്രത്തിൽ നാം പരിശോധിച്ചാൽ ദിവസങ്ങളല്ല, മാസങ്ങളല്ല, വർഷങ്ങളോളം നീണ്ടു നിൽക്കരെ യുദ്ധം ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇസ്ലാമിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം ചൊല്ലുരെ സത്യവും അസത്യവും തമ്മിൽ നടന്ന ഒരു പോരാട്ട ബദർ യുദ്ധം. ലോക ചരിത്രത്തിൽ അതിന് സമാനതയില്ല, അതിന് തുല്യതയില്ല. എന്തുകൊണ്ട്? ബദർ യുദ്ധം നിങ്ങൾ വിചാരിക്കും എത്രയോ മാസങ്ങൾ നീണ്ടു നിന്നിട്ടുണ്ടാകുമെന്ന്. ഇല്ല, ബദർ യുദ്ധം മാസങ്ങളോളം നീണ്ടു നിന്നില്ല, ആഴ്ചകളോളം നീണ്ടു നിന്നില്ല, ദിവസങ്ങളോളം നീണ്ടു നിന്നില്ല. പിന്നെ ഒരു ദിവസം പോലും നീണ്ടു നിന്നില്ല. ഒരു ദിവസത്തിലെ 12 മണിക്കൂർ പകലിലെ അതിൻ്റെ പാതിയോളം മാത്രം സമയമെടുത്ത ഒരു യുദ്ധമായിട്ട് ഇസ്ലാമിലെ സത്യവും അസത്യവും തമ്മിൽ നടന്ന ആ പോരാട്ടമായിട്ടിക്കരെ ബദർ യുദ്ധം. ഇനി അതിൽ വധിക്കപ്പെട്ട ആളുകളെ എണ്ണം നോക്കിയാലോ, 2 ഭാഗത്തു നിന്നുമായിട്ട് 100-ൽ താഴെ ബിലോ 100 മാത്രമായിട്ടുണ്ട് അതിൽ വധിക്കപ്പെട്ട ആളുകളുടെ എണ്ണം. അതുകൊണ്ടാണ് ഈ ബദർ യുദ്ധം കൊണ്ട് ചൊല്ലുന്നത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത, സമാനതയില്ലാത്ത, ശ്രദ്ധേയമായിട്ടിക്കരെ ഒരു യുദ്ധം. അത് റമദാനിലെ 17-ാമത്തെ ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം. അതുള്ള കാരണം എന്താണ്? ഞാൻ ബദർ യുദ്ധ ചരിത്രം ഒന്നിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എല്ലാ വർഷവും നിങ്ങൾ കേൾക്കാറ്, പല ഭാഗത്ത് കേൾക്കാറ്, അതറിയുക. അതിന് ഗുണപാഠം എന്താണ്? പ്രത്യേകിച്ചും നാം ഇന്ന് അഭിമുഖീകരിക്കരെ ഇന്ത്യ രാജ്യത്ത് നാം ഇന്ന് മുസ്ലിമീങ്ങളായ നാം, അതേപോലെ ന്യൂനപക്ഷങ്ങളായ മറ്റു വിഭാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കരെ കഷ്ട സംഘർഷങ്ങളും പ്രയാസങ്ങളും, അതെല്ലാം തന്നെ
പല വിധത്തിലുള്ള ഗുണപാഠങ്ങൾ നമുക്ക് ഈ യുദ്ധത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നാം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പൈതായിശീവത്തിനായ ജന്മനാട്ടിൽ ഏകദേശം 53 വർഷക്കാലം ജീവിച്ചു. അതിൽ 13 വർഷക്കാലം ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടായിരുന്നു. ഇത് ആ മക്കയിലെ അവിടെ അധിവസിക്കുന്ന അവിടുത്തെ പാരമ്പര്യ ജനവിഭാഗമായിട്ടിക്കരെ ആ ഖുറൈശികൾ, ആ മുശ്രിക്കുകൾ അങ്ങക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മക്ക വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബിയിൽ വിശ്വസിക്കരെ മുസ്ലിമീങ്ങൾക്ക് ആ മക്കാറായ വിട്ടിട്ട്, മക്ക രാജ്യം വിട്ടിട്ട് മദീനയിലേക്ക് അഭയം പ്രാപിക്കേണ്ടതായി വന്നു. മദീനയിലെത്തിയപ്പോഴോ ആ മദീന നിവാസികൾ 2 കൈയും ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അവര് സ്വീകരിച്ചു. 2 കൈകളും നീട്ടി അവർ സ്വീകരിച്ചു. അങ്ങനെ മദീനയിലെത്തിയതിന് ശേഷം അവർ അല്പം സ്വാതന്ത്ര്യത്തിന്റെ ആ കുളിർക്കാറ്റ് അങ്ങ് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകനായ അല്ലാഹുവിന്റെ ആ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ അങ്ങക്ക് കിട്ടിത്ത്. മദീനയിൽ, മക്കയിൽ അതുണ്ടായിരുന്നില്ല. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ വകവെച്ചു കൊടുത്തില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലുക്ക് മക്ക വിട്ട് മദീനയിലേക്ക് യാത്രയാകേണ്ടി വന്നത്. എന്നാൽ സംഭവം ഇത് മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികളായ മക്ക ഖുറൈശികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും അവിടെ സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റ് ആസ്വദിക്കരുത്, അത് കാണുകയോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് പക, മുസ്ലിമീങ്ങളുള്ള പക, ഒടുങ്ങാത്ത പക ഈ മുശ്രിക്കുകൾക്ക് ഉണ്ടായി. അങ്ങനെ മദീനയിലും അവരെ സ്വതന്ത്രമായി സ്വൈര്യമായി അങ്ങനെ ജീവിക്കണമോ, അങ്ങനെ ആരാധിക്കണമുള്ള അവസരം ഉണ്ടാകരുത്. അവരെ അവിടുന്ന് ഓടിക്കണം, അല്ലെങ്കിൽ അവരെ നാമാവശേഷമാക്കണം, അവരെ ഉന്മൂലനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അബൂജഹലും അതേപോലെ തന്നെ മക്കയിലുള്ള എല്ലാ ഖുറൈശി സർദാർമാരും, ഉത്ബത്തും ഷൈബത്തും റബിയും തുടങ്ങിയ എല്ലാ സർദാർമാരും അബൂലഹബ് മാത്രം ഒഴിച്ച്. അബൂലഹബ് ബദർ യുദ്ധത്തിക്ക് വന്നില്ല. അവന് വേറെ ഒരാളെ വാടകക്കെടുത്ത് അങ്ങനെ വേറെ ഒരാളെ കൊടുത്തതാണ് അവന്റെ പകരമായി. ബാക്കി എല്ലാ സർദാർമാരും വന്ന് മദീനയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുയായികളായ മുസ്ലിമീങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, നാമാവശേഷമാക്കാൻ വേണ്ടി മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമായ ബദറിൽ തമ്പടിച്ചു. അങ്ങനെ തമ്പടിച്ചപ്പോ അവരെ നേരിടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും നിർബന്ധിതരായി. ഇതായിട്ട് ഇസ്ലാമിലെ യുദ്ധം. ഇസ്ലാമിലെ യുദ്ധോട്ട് ചെന്നെങ്കിൽ അങ്ങോട്ട് അറ്റാക്ക് ആക്കാൻ പോയതല്ല. ഇസ്ലാമിലെ യുദ്ധോട്ട് ചെന്നെങ്കിൽ ഒരു ഒഫൻസ് അല്ല, അത് ഡിഫൻസ് ആണ്. ഇങ്ങോട്ട് ആക്രമിക്കുന്നത് വരുമ്പോ അതിനെ ഒന്ന് തടുത്തു നിർത്തുക എന്നല്ലാതെ ഇസ്ലാമിലെ യുദ്ധം, അത് ഏത് യുദ്ധമായാലും അത് ഒരിക്കലും അങ്ങോട്ടും അന്യമതസ്ഥരെ ആക്രമിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം കീഴടക്കാൻ വേണ്ടിയോ, അവരുടെ സമ്പത്ത് കൊള്ളയെടുക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഇന്ന് സാമ്രാജ്യത്വ ശക്തികൾ ചെയ്യുന്ന പോലെ ചോട്ടാ രാജ്യങ്ങളെ വിഴുങ്ങാൻ വേണ്ടി, പിടിച്ചെടുക്കാൻ വേണ്ടിയോ, ആ
ആയിരുന്നില്ല ഇസ്ലാമിലെ യുദ്ധം. പിന്നെ ഇസ്ലാമിന്റെ യുദ്ധം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും നടത്തിയത്, ബദർ യുദ്ധം ഉണ്ടായത്, അത് ആരാധനക്കുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഇബാദത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മക്കയിൽ ഉണ്ടായിരുന്നില്ല. ആ സ്വാതന്ത്ര്യം ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആദർശ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അങ്ങ് കൊണ്ടു നടക്കുന്ന ആ ദീന് അത് പ്രബോധനം ചെയ്യണകോ, പ്രചാരണം നടത്തണകോ, അതിന് വേണ്ടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ആ ബദറിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ വേണ്ടി പോയത്. ഇത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിങ്ങൾക്ക് വലിയ ഒരു പാഠമുണ്ട് എന്ന് അല്ലാഹു തആല ചൊല്ലുന്നു. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വ ഉഖറാ കാഫിറാ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖതാ. ബദറിൽ ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗം, രണ്ട് പങ്കട, രണ്ട് സമൂഹത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾക്കതിൽ ഗുണപാഠമുണ്ട്. ഏതാണ് ആ രണ്ട് വിഭാഗം ഏറ്റുമുട്ടിയത്? ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിലാണ് അവർ പോരാടുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുവാൻ, അല്ലാഹുവിന്റെ ദീനിനെ ഈ ഭൂമുഖത്ത് പ്രചരിപ്പിക്കുവാൻ, അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിട്ട് ഒരു വിഭാഗം യുദ്ധം ചെയ്യരുത്. മറ്റേ വിഭാഗം നിഷേധികളായ, ധിക്കാരികളായ, അഹങ്കാരികളായ, അല്ലാഹുവിന് എതിരായി പോരാടുന്ന ഒരു വിഭാഗമാണ്. അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ഗുണപാഠമുണ്ട്. എന്തിനാ ഗുണപാഠമുണ്ട് ചൊന്നെങ്കിൽ, നിങ്ങളെക്കാൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും അവരുടെ എണ്ണം കേവലം 313 പേര് മാത്രമാണ്. അവരെ നേരിടാൻ വേണ്ടി വന്ന ശത്രുസേനയോ അവരെക്കാളും 3 ഇരട്ടി വലിപ്പമുള്ളതാണ്. 3 ഇരട്ടി വലിപ്പമുള്ള ആ ശത്രുസേനയെ അതിന്റെ 3-1 വിഭാഗമായ ഇസ്ലാമിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടുന്ന ഈ വിഭാഗം തോൽപ്പിച്ചു കളഞ്ഞു, അവരെ പരാജയപ്പെടുത്തി കളഞ്ഞു. ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അവസാനം അല്ലാഹു ചൊല്ലുന്നത് ഇന്ന ഫീ ദാലിക ലആയതൻ ലിഉലിൽ ഇബ്റതൻ ലിഉലിൽ അബ്സാർ, ഇതിൽ കണ്ണുള്ളവർക്ക് ഗുണപാഠമുണ്ട്. കണ്ണുള്ളവർക്ക്, കണ്ണ് മാത്രം ഉണ്ടായാൽ പോരാ, ആ കണ്ണിൽ കാഴ്ച, കാണേണ്ടത് കാണുന്നവർക്ക്, കേൾക്കേണ്ടത് ആലിസിനവർക്ക്, കേൾക്കുന്നവർക്ക്, അതേപോലെ തന്നെ മസ്തിഷ്കവും ബ്രെയിനും തലച്ചോറും ഹൃദയവും മിതുളുമുള്ള ആളുകൾക്ക്, ചിന്തിക്കാൻ കഴിയുള്ളവർക്ക് മാത്രം ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അല്ലാത്തവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ആ ദൃഷ്ടാന്തം? എങ്ങനെ ഈ ചെറു സംഘം ഇത്ര വലിയ ഒരു സംഘത്തെ പരാജയപ്പെടുത്തിയത്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ സഹായമുണ്ടായി, അല്ലേ? നാം ഒക്കെ കേൾക്കുന്ന ഒരായത്താണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുസേനയെ കാണുമ്പോ, 3 ഇരട്ടി അധികമുള്ള ആ സേനയെ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കരുതി, ഭൗതികമായ നമ്മുടെ ആൾബലം കൊണ്ട് അവരെ നേരിടാൻ സാധിക്കൂല, സർവശക്തനായ അല്ലാഹു ഇടപെടണം, അല്ലാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കുക. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കൈ നീട്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്ത ഒരു സഹായമുണ്ടല്ലോ, അത് ഈ സമയത്ത് തന്നെ നീ ഞങ്ങൾക്ക് നൽകണം എന്ന് ജോറായി, ഉറക്കെയായി അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന തീരുമ്പോഴേക്കും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുമായി ഇറങ്ങി വന്നു. ഏതായത്താണത്? ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയപ്പോ, റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോ, ഇതാ അപ്പത്തന്നെ അല്ലാഹു തആല ഉത്തരം നൽകി.
അപ്പം തന്നെ, സമയം കൂടുതലായില്ല, അപ്പം തന്നെ ഉത്തരം നൽകി. കാരണം റമളാൻ മാസമാണ്, റമളാൻ മാസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. പ്രാർത്ഥിക്കുന്നത് ആരാണ്? അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി, ആ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പറ്റം ആത്മവീര്യമുള്ള സത്യവിശ്വാസികൾ. അതുകൊണ്ട് അപ്പം തന്നെ അല്ലാഹുവിന്റെ ഉത്തരം വന്നു, സമയം വൈകിയില്ല. ഇതാ അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായിക, 1000ഓളം മലക്കുകളെ ഞാനിതാ നിങ്ങളെ ഇറക്കിയിട്ട് സഹായിക്കാൻ പോകുന്നു, പേടിക്കണ്ട. ആൾബലമല്ല പ്രശ്നം കൂട്ടരെ, ആൾബലമല്ല, ആദർശമാണ്, ആത്മവീര്യമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരെയായിട്ട് 1000ഓളം മലക്കുകളെ ഇറക്കി അവരെ സഹായിച്ചു. എന്നിട്ട് അല്ലാഹു തആല ചൊല്ലുന്നത്, ഇത് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ്. ഇല്ലാ ബുശ്റാലക്കും ഒരു തത്മഇന്ന ബിഹി ഖുലൂബുക്കും. 1000 മലക്കുകളെ ഒന്നും ഇറക്കേണ്ട ആവശ്യം അല്ലാഹ്ക്കില്ല. വേണമെങ്കിൽ ഒരൊറ്റ മലക്കിനെ ഇറക്കിയാലും മതിയാകും. പക്ഷെ നിങ്ങളെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നതിന് വേണ്ടി, നിങ്ങളെ കണ്ണുക്ക് തമ്പാവുന്നതിന് വേണ്ടി, കുളിരാവുന്നതിന് വേണ്ടി ആയിട്ട് ഇങ്ങനെ നാണിതാ 1000 മലക്കുകളെ ഇറക്കിയത് കേട്ട് അല്ലാഹു തആല ചൊല്ലും. ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്, അല്ലാഹു ചെയ്ത വാഗ്ദാനമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. എന്താണ് ആ വാഗ്ദാനം? വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. മുഅ്മിനീങ്ങളെ സഹായിക്കുന്നത് നമ്മുടെ കടമയായിട്ടിക്കറ്, നമ്മുടെ ബാധ്യതയായിട്ടിക്കറ്. അപ്പൊ അല്ലാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ അതിന്റെ അവകാശികൾ നാം ആകണം. അല്ലാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ അതിന്റെ അവകാശികൾ നാം ആകണം. അവിടെയാണുള്ളത്. എന്താണ് അല്ലാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ അവകാശികൾ നാം ആകേണ്ടത്? കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാകണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ സഹായികൾ നിങ്ങളാകണം. എങ്ങനെ അല്ലാഹുവിന്റെ സഹായികളാകാൻ നമുക്ക് സാധിക്കും? അല്ലാഹുവിനെ നമുക്ക് കാണുന്നത് സാധ്യമല്ലല്ലേ, പിന്നെ എങ്ങനെ അല്ലാഹുവിനെ സഹായിക്കുന്നത്? അതായത് അല്ലാഹുവിന്റെ സഹായികൾ ഉണ്ട് ചെന്നെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന്റെ സഹായികൾ, അല്ലാഹുവിന്റെ ദീനായിട്ടിക്കണം ഈ ഭൂമുഖത്ത് നിലനിൽക്കേണ്ടത്. അൽ ഇസ്ലാമു യഅ്ലു വലാ യുഅ്ലാ, ഇസ്ലാം ആയിട്ടിക്കണം, ഉന്നതമായ ഉന്നതിയിൽ ഇങ്ങനെ വിരാജിക്കരുത്. അല്ലാഹുവിന്റെ ദീനായിട്ടിക്കര ഇസ്ലാമാണ്. അതിന്റെ തായിയാണ് വിഗ്രഹാരാധനയുടെ മതം, അതിന്റെ തായിയാണ് അഗ്നി ആരാധനയുടെ മതം, അതിന്റെ തായിയാണ് ശിർക്കിന്റെയും കുഫറിന്റെയും മതം, അതിന്റെ തായിയാണ് അൽ ഇസ്ലാമു യഅ്ലു. അതിന്റെ മേലെ ഒരു ദീനും ഒരു മതവും ഒരു പ്രത്യയശാസ്ത്രവും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. വലാ യുഅ്ലാ, കാരണം ഈ ഭൂമി ഇട്ട് ചെന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ ഭൂമിയാണ്. ആകാശഭൂമിയുടെ ഉടമസ്ഥൻ, അതിന്റെ യജമാനൻ, അതിന്റെ സമ്രാട്ട് അല്ലാഹുവായിട്ടിക്കറ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവാണ് തീരുമാനിക്കേണ്ടത് ഈ ഭൂമിയിൽ ആരുടെ ദീനാണ് ഉണ്ടാകേണ്ടത് എന്ന്. അപ്പൊ അതുകൊണ്ട് ആ ദീനിനെ നിങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി, പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, പ്രചരണം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ആ ദീനിന്റെ വക്താക്കളാകോറോ സഹായികളാകോറോ അല്ലാഹു തആല ചൊല്ലുറോ. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ സഹായികളാകുമ്പോ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അത് നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നത് പോലെയായിട്ട് അല്ലാഹുവിനെ നിങ്ങൾ സഹായിക്കുമ്പോ അല്ലാഹു നിങ്ങളെയും സഹായിക്കും. അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാണ്ട് ചെന്ന് നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കരുത് പോലെ അല്ലാഹുവിനെ സഹായിക്കുമ്പോ അല്ലാഹു നിങ്ങളെയും സഹായിക്കും. അല്ലാഹു നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ കാര്യത്തിൽ റഹ്മാനായ അല്ലാഹു ഇടപെട്ട് കഴിഞ്ഞാൽ, നിങ്ങളെ സോപ്പാട്ടണകോ, നിങ്ങളെ പരാജയപ്പെടുത്തണകോ, നിങ്ങളെ നശിപ്പിക്കണകോ, ഒന്നായിട്ട് നശിപ്പിക്കണകോ ലോകത്തോർക്കും സാധ്യമല്ല. ഓരും അങ്ങനെ വിചാരിക്കണ്ട. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നൽകിയ ഓഫറായിട്ട് കയറ്. ഇതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ മാത്രമല്ല സഹായിച്ചത്, മുന്നോട്ടും അല്ലാഹു തആല സഹായിച്ചിട്ടുണ്ട്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മാത്രമല്ല, കഴിഞ്ഞു പോയ കാലങ്ങളിലും ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ടല്ലോ.
ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ് ഇസ്ലാമിലെ അനുയായികളായത്. വലിയ ഒരു വിഭാഗം, മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഇസ്ലാമിന്റെ ശത്രുക്കളായാറ്. ഇസ്ലാമിലെ ശത്രുക്കളുണ്ട് മാത്രമല്ല, എത്രയോ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ കൊന്നൊടുക്കിയ, എത്രയോ ആളുകളെ കൊന്നൊടുക്കിയ സംഭവങ്ങളുണ്ട്. എത്രയോ ആളുകളുടെ വീടുകൾ കയ്യേറി ദരോട ചെയ്ത സംഭവങ്ങളുണ്ട്. എത്രയോ വിശ്വാസികളുടെ പെൺമക്കളെയും ഭാര്യമാരെയും എല്ലാം തന്നെ ബലാത്സംഗം ചെയ്ത് വ്യഭിചരിച്ച സംഭവങ്ങളുണ്ട്. ചരിത്രത്തിൽ കാണാം. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം മുമ്പ് നടന്നിട്ടുണ്ട്. നിങ്ങളെ ശ്രദ്ധ പരിശുദ്ധ ഖുർആനിലെ ഒരു സംഭവത്തിൽ ഞാൻ ക്ഷണിക്കരേ. ബദ്ർ യുദ്ധത്തെ പറ്റി പരാമർശിക്കുമ്പോ ആ സംഭവം, ആ കഥ നമുക്ക് ഓർമ്മ വേണം. സൂറത്തുൽ ബഖറയിൽ ഉള്ള ഒരു കഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഥ നമുക്ക് ചൊല്ലുന്നുണ്ട്. നല്ലപോലെ ആ കഥ നാം മനസ്സിലാക്കണം. എന്തിനത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിൽ അല്ലാഹു തആല നിയോഗിച്ച ഒരു റസൂൽ, ഒരു നബിയായിട്ട് ശംവീൽ അലൈഹിസ്സലാം. എന്തിനെ? ശംവീൽ അലൈഹിസ്സലാം നബിയുടെ പേരാണത്. മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷമാണ് ആ നബിയെ അല്ലാഹു തആല നിയോഗിച്ചത് ബനൂ ഇസ്രായേലിൽ. ആ ശംവീൽ അലൈഹിസ്സലാം ബൈബിളിൽ ശാമുവൽ എന്നാണ് അയാളെ പേര്. ശാമുവൽ എന്നാണ് ബൈബിളിൽ അയാളെ വിളിക്കുന്നത്. ശംവീൽ അലൈഹിസ്സലാമിന്റെ ആ കാലഘട്ടത്തിൽ ഒരു ഗർഭിഷ്ഠനായിട്ടിക്കരെ അക്രമിയായ ഒരു രാജ, ഒരു അറസയുന്ന, ആ അറസന്റെ പേര് ജാലൂത്തുണ്ടാണ്. നല്ല പോലെ ഇത് പഠിക്കണം. ഖുർആന്റെ കഥയാണ്, സൂറത്തുൽ ബഖറയിലുള്ള കഥയാണ്. നല്ല പോലെ ഓർമ്മ വെക്കണം. നിന്റെ ചെറുപ്പക്കാരെ, നിന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഥ നമുക്ക് ചൊല്ലുന്നുണ്ട്. ആ ശംവീൽ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ കിരാതനായ, ദുഷ്ടനായ, ഗർവിഷ്ഠനായ, അഹങ്കാരിയായ, അക്രമിയായ ഒരു രാജയുന്ന, ഒരു അറസയുന്ന, അവന്റെ പേരായിട്ട് ജാലൂത്ത് ഉണ്ട്. ആ ജാലൂത്തുക്ക് 2 ലക്ഷത്തോളം ആർമിയിന്ത്, പട്ടാളക്കാരിന്ത്, സൈന്യങ്ങളിന്ത് 2 ലക്ഷത്തോളം, ചില്ലറൊന്നുമല്ല, 2 ലക്ഷത്തോളം. ഇവനെന്താക്കിയ ഇവനും ഇവന്റെ സൈന്യങ്ങളും വിശ്വാസികളായ ആളുകളെ കൊന്നൊടുക്കി. ഒരുപാട് വിശ്വാസികളായ ആളുകളെ കൊന്നൊടുക്കി. ആര്? ജാലൂത്തും ജാലൂത്തിന്റെ 2 ലക്ഷത്തോളം എന്ന പട്ടാളം കൊന്നൊടുക്കി. എന്ന് മാത്രമല്ല, അവരുടെ വീടുകൾ കയ്യേറി. മാത്രമല്ല, അവരുടെ പെണ്ണുങ്ങളെ, വിശ്വാസികളുടെ പെണ്ണുങ്ങളെ വ്യഭിചരിച്ചു, ബലാത്സംഗം ചെയ്തു. അവസാനം വിശ്വാസികൾക്ക് ഗത്യന്തരമില്ലാതെ അവരുടെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ഗുഡയിൽ പോയി, മലയിൽ പോയി ഒക്കെ അവർക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നു. ആ സമയത്ത് മഹാനായ ശംവീൽ അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹ്, ഞങ്ങളുടെ പ്രയാസം, വിശ്വാസികളായ നമ്മുടെ പ്രയാസം നീ കാണുന്നുണ്ടല്ലോ, നീ ഇതിനൊരു പരിഹാരം തരണം അല്ലാഹ്, ഒരു പരിഹാരം കാണണം. അള്ളാഹുവിന്റെ കൽപ്പന വന്ന് യുദ്ധം ചെയ്യറൂ, പോരാട്ടം നടത്തറുണ്ട്. ചിന്തിക്കണം നിങ്ങൾ. അല്ലാഹു തആല ചൊന്നത് ഈ അടിച്ചമർത്തപ്പെട്ടതായിരിക്കുന്ന, പീഡിതരായ, ശോഷിതരായ ഈ വിഭാഗത്തോട് അല്ലാഹു തആല ചൊല്ലുന്നത്, നിങ്ങൾ യുദ്ധം ചെയ്യറോ, നിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യറോ. എങ്ങനെ യുദ്ധം ചെയ്യും? വലിയ 2 ലക്ഷത്തോളം വരുന്ന പട്ടാളം, ജാലൂത്തിന്റെ പട്ടാളത്തോടെ എങ്ങനെ യുദ്ധം ചെയ്യും? ശംവീൽ അലൈഹിസ്സലാം അവരുടെ കേട്ടിട്ട്, അല്ലാഹ്, നാ യോദ്ധാവല്ല, യുദ്ധത്തുകളുടെ പാഠവുമില്ല, നമ്മുടെ ഇടയിൽ ഒരു അറസ, ഒരു രാജനില്ല, അപ്പുറത്ത് ഒരു രാജനുണ്ട്, ശത്രുസേനയ്ക്ക് അങ്ങക്ക് ഒരു രാജനുണ്ട് ജാലൂത്ത്, നമുക്കൊരു രാജനെ, ഒരു അറസനെ നീ തരണമല്ല. പ്രാർത്ഥിച്ചിട്ട് ആയിട്ട് നാ തണ്ടേ. അങ്ങനെ അല്ലാഹു തആല ഒരു രാജാവിനെ കൊടുത്ത്, ഒരു സേനാധിപതിയെ കൊടുത്ത് യുദ്ധം ചെയ്യണക്ക് വേണ്ടി. ആരാണ്? താലൂത്ത് എന്നാണ് അയാളെ പേര്. താലൂത്ത് പേര് അപ്പറിപ്പറായി പോണ്ട, ചെറിയ ഒരു പേരിൽ ഡിഫറൻസ്. അപ്പുറത്ത് ജാലൂത്ത്, ശത്രുസേനയുടെ സേനാധിപതി ആര്? ജാലൂത്ത്. ഇത് മുസ്ലിമീങ്ങളുടെ സേനാധിപതി താലൂത്ത്. അപ്പൊ താലൂത്ത് പേരിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ജാലൂത്തിനെ നേരിടുന്നതിന് വേണ്ടി താലൂത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാവാക്കി നിയോഗിച്ചിട്ട്, അങ്ങനെ താലൂത്ത് എന്ത് ചെയ്തു? 70,000 താലൂത്തോട് ചെന്ന്. നല്ല ചെറുപ്പക്കാരനായിരുന്നു, 30 വയസ്സ് പ്രായമുള്ള നല്ല യുവാവ്, നല്ല ആരോഗ്യമുള്ള, നല്ല കാണാൻ വലിയ
അദ്ദേഹം എന്തു ചെയ്തു? 70,000-ഓളം സൈന്യത്തെ അദ്ദേഹം ഉണ്ടാക്കി. എത്ര? 70,000-ഓളം. അപ്പുറത്തോ 2 ലക്ഷമാണ്. അതിന്റെ 1/3 മാത്രമാണ് 70,000. അങ്ങനെ അങ്ങ് യുദ്ധത്തിന് പോകുറാർ. ആരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി? ഇതുവരെ വിശ്വാസികളെ കൊന്നൊടുക്കിയ, അവരുടെ വീടുകളെല്ലാം കൊള്ളയടിച്ച് അവരെ വീട്ടിൽ നിന്നിട്ട് പുറത്താക്കിയ, അവരുടെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്ത് വ്യഭിചരിച്ച് അവരെ നശിപ്പിച്ച് കളഞ്ഞ ആ ജാലൂത്തിന്റെ 2 ലക്ഷത്തോളം വരുന്ന പട്ടാളത്തോട് നേരിടാൻ താലൂത്ത് 70,000 സൈന്യവുമായി പുറപ്പെടുകയാണ്. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ സഹോദരങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നിങ്ങൾ അള്ളാഹു ചൊന്നു തന്റെ കഥയായിട്ടിരിക്കരുത്, നമുക്ക് പാഠം ഉൾക്കൊള്ളണു വേണ്ടി. എന്നിട്ട് ജാലൂത്തിനോട് നേരിടണു വേണ്ടി മഹാനായ താലൂത്തും അദ്ദേഹത്തിന്റെ 70,000-ഓളം വരുന്ന സൈന്യവും ഇതാ പോവുകയാണ്. നടന്ന് കുറേ പോകണം. പോകുമ്പോ താലൂത്ത് തന്റെ 70,000-ഓളം ഉള്ള സൈന്യത്തോട് ചൊല്ലുറോ, അല്ലാഹുവിതാ ഒരു കാര്യത്തിലൂടെ നിങ്ങളെ ടെസ്റ്റ് ആക്കണു പോവുറൂ. ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി വമൻ ലം യതഅംഹു ഫഇന്നഹു മിന്നി ഇല്ലാ മൻ ഇഖ്തറഫ ഖുർഫതൻ ബിയദിഹി. എന്തിനെ? അല്ലാഹു തആല നിങ്ങളെ ഇതാ ടെസ്റ്റ് ആക്കണു പോവുറോ. ആ ടെസ്റ്റിൽ നിങ്ങൾ ഇതാ വിജയിക്കണം. എന്തിനായിട്ട് ചൊന്നെങ്കിൽ ഞങ്ങൾ ജാലൂത്തുമായിട്ട് ഇതാ നേരിടണു പോകുമ്പോത്തോ നമുക്കൊരു നദി താട്ടണുകൊണ്ടോ, ഒരു നദി നമുക്ക് താട്ടണുകൊണ്ട് വിട്ടുകിടക്കണുകൊണ്ടോ, ആ നദിയിൽ നിന്നിട്ട് ആരും തണ്ണി കുടിക്കൊണു തീറാ. ഇതാണ് ടെസ്റ്റ്. ആ നദിയിൽ നിന്നിട്ട് നിങ്ങൾ ആരും തണ്ണി കുടിക്കൊണു തീറാ. ഇത് അല്ലാഹു തആലയുടെ കൽപ്പനയായിട്ടിക്കറ്. ആരും തണ്ണി കുടിക്കൊണു തീറാ. ചിലപ്പോ ഒരു കൈ കുമ്പിൾ എടുത്തിട്ട് ഒരു ബൊഗസ തണ്ണി നിങ്ങൾ ഇങ്ങനെ കുടിച്ചെങ്കിൽ അതൊക്കെ എക്സ്ക്യൂസ് ഉണ്ട്, അത്ര മാത്രം. ഒരു കുമ്പിൾ തണ്ണി വേണമെങ്കിൽ നിങ്ങൾ കുടിച്ചാൽ അധികം നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്. അതിനപ്പുറം നിങ്ങൾ തണ്ണി കുടിക്കൊണു തീറാ. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അങ്ങനെ അങ്ങ് പോയിട്ട് അതാ നദിയുടെ കരയിലേക്ക് അങ്ങ് എത്തി. നദി വിട്ട് കിടക്കണം. ജോർദാൻ നദിയാണ് എന്ന് ചരിത്രത്തിൽ കാണാം. ആ ജോർദാൻ നദി വിട്ട് കടന്നുകൊണ്ട് അങ്ങക്ക് പോകണം. അങ്ങനെ ആ നദിയുടെ മുറ്റത്തേക്ക് എത്തുമ്പോ അങ്ങ് ദാഹിച്ച് താകം വന്ന് അങ്ങ് അവശരായിട്ടുള്ള ഒരു സന്ദർഭമാണ്. അല്ലാഹുവിന്റെ പരീക്ഷണമാണ് കൂട്ടരെ. ഇങ്ങനെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. കാരണം ഈമാനിനെ കടഞ്ഞെടുക്കണം. അള്ളാഹ്ക്ക് പിടിയാവണക്ക് വേണ്ടിയല്ല. ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ മനസ്സിലാക്കണം ഇത്. അതായത് ഒരു കുറഞ്ഞ നേരത്തേക്ക് തണ്ണി കുടിക്കാതെ ക്ഷമിക്കണുകോ സാധ്യമല്ലാത്ത ഒരു കൂട്ടർക്ക് അല്ലാഹുവിന്റെ ദീനിക്ക് ത്യാഗം ചെയ്യണുകോ സാധ്യമല്ല. അത് പരീക്ഷിക്കണക്ക് വേണ്ടി, ടെസ്റ്റ് ആക്കണക്ക് വേണ്ടി. അങ്ങനെ താകമായിട്ട് ആ തണ്ണി കാണുമ്പോത്തും ആൾക്കാർ തണ്ണി കുടിക്കാറ്. തണ്ണി ധാരാളമായി ആ തണ്ണി കുടിച്ചാറ്. പക്ഷേ കറകളഞ്ഞ ഈമാനിന്റെ ഉടമകളായ കുറച്ചു പേരുന്ന് അങ്ങ് തണ്ണി കുടിച്ചില്ല, തണ്ണി തൊട്ടില്ല. അത് എത്ര പേരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുക്ക് ചൊന്നു കൊടുക്കുറോ. സഹാബാ, താലൂത്ത് ഒട്ടിക പോയ മുസ്ലിം സൈന്യം അതിൽ തണ്ണി കുടിക്കാതെ കറകളഞ്ഞ കുറച്ചാൾക്കാർ ഇന്നാറല്ലേ. അത് എത്രയുണ്ട് ചൊന്നെങ്കിൽ എൻ്റെ ഒട്ടിക ബദറുക വന്ന 300 ചില്ലാനം ആളുകളുടെ എണ്ണമാണ്. നന്റെ ഒട്ടിക ബദറുക വന്ന 313 ചില്ലാനം ആളുകളായിട്ടെന്താ താലൂത്തിരെ കൂടെ ആ പൊള വിട്ട് കിടക്കുമ്പോ തണ്ണി തൊടാതെ തണ്ണി കുടിക്കാതെ ദാഹിച്ച് അങ്ങനെ ആ നദി വിട്ട് കിടന്ന് അതാ ജാലൂത്തിന്റെ 2 ലക്ഷം വരുന്ന ശത്രുസേനയുമായി ഏറ്റുമുട്ടണക്ക് പോകുമ്പോ തണ്ണി കുടിച്ച ആൾക്കാർ തണ്ണി കുടിക്കണ്ടാണ്ട് താലൂത്ത് ചെല്ലുമ്പോത്തോ ആ തണ്ണി കുടിക്കുമ്പോ തങ്ങ ചൊല്ലത് എന്ത് ചൊല്ലത് രാജാവേ, എന്ത് ചൊല്ലത് സേനാധിപതി, നോക്കറു ഞങ്ങൾ ദാഹിച്ചിട്ടുള്ള ഇങ്ങനെ നമുക്ക് പോയിട്ട് യുദ്ധം ചെയ്ത് നമുക്ക് ജയിക്കണമെന്ന് സാധ്യമല്ല. നല്ലോണം തണ്ണി കുടിച്ചിട്ടാണ് പോകേണ്ടത്. തണ്ണി കുടിച്ചിട്ട് പോകുമ്പത്തല്ലേ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുന്നത് എന്ന ന്യായം പറഞ്ഞിട്ട് ആ യുക്തി പറഞ്ഞിട്ട് ചെമ്മ തണ്ണി കുടിച്ചാറ്. അങ്ങനെ ജാലൂത്തിലെ സൈന്യത്തെ കണ്ടുമുട്ടുമ്പോത്തോ അങ്ങ് ചൊല്ലുറ
പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമുക്ക് ചൊല്ലുന്നുണ്ട്, ലാ തഖത ലനൽ യൗമ ബിജാലൂത വജുനൂദി, ലാ തഖത ലനൽ യൗമ ബിജാലൂത വജുനൂദി. ഹോ, ഈ ജാലൂത്തിനെ പട്ടാളത്തെ, ഈ 2 ലക്ഷം വരുന്ന സൈന്യത്തെ ഞങ്ങൾക്ക് നേരിടാനുള്ള പവറില്ല, ശ്രമത്തില്ല, ശക്തിയില്ല, നമുക്ക് സാധ്യമല്ല. ജാലൂത്ത് ചൊല്ലുന്നത്, ശരി, സാധ്യമില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കോ, പോവാ. അങ്ങനെ അങ്ങ് മാറി നിന്ന്. പക്ഷേ അവിടെ ഒരു കൂട്ടം 313 കറകളഞ്ഞ സത്യവിശ്വാസികൾ തണ്ണി കുടിക്കാത്ത അങ്ങ് എന്തിനെ ചൊന്നെങ്കിൽ കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഖലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ് സാബിരീൻ. എത്ര ചെറിയ സംഘം വലിയ വൻ ശക്തികളെ പരാജയപ്പെടുത്തിയത്, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് പരാജയപ്പെടുത്തിയ എത്ര സംഭവങ്ങളാണ് ഗതകാല ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതാ നേരിടുക തന്നെ ചെയ്യും, പ്രശ്നമല്ല. ഞങ്ങൾ 313 പേരാണെങ്കിലും 2 ലക്ഷം വരുന്ന ആളുകളെ നമ്മൾ നേരിടുക തന്നെ ചെയ്യും. അതിന് നമുക്ക് ധൈര്യവും സ്ഥൈര്യവും അതേപോലെ നമുക്ക് ലഭിക്കുന്ന ആയുധം, ആ ഊർജം എവിടെ നിന്നാണ്? അല്ലാഹു തആല നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ആത്മവീര്യം ചോർന്നു പോകാതെ അവരാ സമയത്ത് അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവോട് കൈനീട്ടി പ്രാർത്ഥിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ രണാങ്കണത്തിൽ അല്ലാഹുവോട് ദുആയിരുന്നത് പോലെ പ്രാർത്ഥിച്ചതുപോലെ തണ്ണി കുടിക്കാത്ത 313 പേര് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തിനെ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് ചൊല്ലുന്നുണ്ട്, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇതായിട്ട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളെ മനസ്സിൽ ധൈര്യവും സ്ഥൈര്യവും സഹനവും ക്ഷമയും നീ ചൊരിഞ്ഞു തരണമല്ലാ. വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ കാലുകൾ പതറിപ്പോകാതെ അചലമായി അചഞ്ചലമായി ശത്രുസേനയുടെ മുമ്പിൽ നീ ഉറപ്പിച്ചു നിർത്തണമല്ലാ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഈ നിഷേധികളായ, ഈ അഹങ്കാരികളായ, ഈ ഗർവിഷ്ഠന്മാരായ ഈ ആളുകൾക്കതിൽ നീ ഞങ്ങളെ സഹായിക്കണമല്ലാ. ഇതായിട്ടും തങ്ങളുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ എന്തുണ്ടായിട്ട്? ബദറിലുണ്ടായതുപോലെ അല്ലാഹുവിന്റെ സഹായം ഇറങ്ങിത്ത്, അങ്ങനെ ഏറ്റുമുട്ടുകയാണ്. ഏറ്റുമുട്ടുമ്പോ അല്ലാഹുവോട് പ്രാർത്ഥിച്ച ഈ തണ്ണി കുടിക്കാത്ത ആളുകൾക്ക് അങ്ങനെ മനസ്സിൽ അല്ലാഹു തആല ഇട്ടുകൊടുത്ത ധൈര്യം ചെന്നെങ്കിൽ 1000 കുതിര ശക്തി അല്ലാഹു തആല ഞങ്ങളുടെ മനസ്സിൽ പ്രദാനം ചെയ്തു എന്നാണ്. ഓരോ മനുഷ്യനും 1000 ആളുടെ ശക്തി അല്ലാഹു തആല നൽകി. അങ്ങനെ ആ ശത്രു വിഭാഗം, ജാലൂത്തിന്റെ പട്ടാളം അതാ മുഖാമുഖം ഏറ്റുമുട്ടണക്ക് തയ്യാറാവുന്നു. അണ്ടത്തെ കാലത്ത് ദ്വന്ദ്വയുദ്ധമാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. എന്തിനെ? ദ്വന്ദ്വയുദ്ധം കൊണ്ട് ചെന്നു. ബദറിലും ഉണ്ടായത് ദ്വന്ദ്വയുദ്ധമായിട്ട്. എന്ത് ഫസ്റ്റ് ദ്വന്ദ്വയുദ്ധം കൊണ്ട് ചെന്നെങ്കിൽ 2 ആളുകൾ അവിടുന്ന് നല്ല യുദ്ധപാഠവുമുള്ള ആളുകൾ ഇങ്ങനെ വരും. ആരുണ്ടടാ നിന്നോട് നേരിടണുകോ, ഒരു പോർവിളി നടത്തും. അപ്പോ ഇപ്പുറത്ത് ആൾ പോകും. അങ്ങനെ ജാലൂത്ത് തന്നെ, അതായത് സേനാധിപതി തന്നെ ഫസ്റ്റ് ആദ്യമായിട്ട് ഇതാ രണാങ്കണത്തിലേക്ക് വന്നിട്ട് കേക്കറ്, താലൂത്തിന്റെ ആളുകളോട് ആരുണ്ടടാ നിന്നെ നേരിടാൻ. മനസ്സിലാക്കണം, ജാലൂത്താണ്, വലിയ യുദ്ധപാഠവുമുള്ള യോദ്ധാവാണ്. ആ സമയത്ത് ഈ 313 പേരിൽ ഒരു ദരിദ്രനായിട്ടുള്ള, ഒരു പാവപ്പെട്ടവനായി തോന്നുന്ന, ഒരു മൂലക്കിരുന്നിരുന്ന ഒരു മനുഷ്യൻ, ദാവൂദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ മനുഷ്യൻ എഴുന്നേറ്റ് ഒറ്റത്തുള്ളിച്ചാട്ടം ചാടി താലൂത്തിനോട് ചോദിക്കുന്ന, രാജാവേ, നക്ക് അനുവാദം തരൂ, നക്ക് സമ്മതം തരൂ, നാളിതാ ജാലൂത്തിനെ നേരിടണക്ക് പോവറേ, നക്ക് അനുവാദം തരൂ. താലൂത്ത് രാജാവിനിട്ട് കേക്കറ്. താലൂത്ത് രാജാവ് അനുവാദം കൊടുത്തു. അങ്ങനെ ദാവൂദ് പോയിട്ട് ജാലൂത്തിനോട് നേരിടാൻ നോക്കണം. ദാവൂദ് ചെറുപ്പക്കാരനാണ്, ആടുമേയ്ക്കര ഒരു ആട്ടിടയനാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? ആടുമേയ്ക്കുമ്പോ കളിക്കാനൊക്കെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള കല്ലേറ് നടത്തുന്ന കവണ എന്ന് പറയും. ഇങ്ങനെ കല്ലേറ് വെച്ചിട്ട് ഇങ്ങനെ എറിയും, അത് പോയിട്ട് പോയിന്റിലേക്കുള്ളൂ.
ഇതുപോലത്തെ ഒരു സാധനം അയാളെ കയ്യിലിരുത്ത് അയാളങ്ങനെ കല്ല് വെച്ചിട്ട് ജാലൂത്തിനെ നേരെ നോട്ടാക്കിയിട്ട് ആ കല്ലിങ്ങനെ ഇതിൽ കവണയിലൂടെ എറിഞ്ഞു. ഓ കല്ല് പോയി, ജാലൂത്തിന്റെ മർമ്മത്തിലേക്ക് കൊണ്ടു. ഓ ജാലൂത്തിന്റെ മർമ്മത്തിലേക്ക് ആ കല്ല് ഏറിക്കൊണ്ടപ്പോ ജാലൂത്ത് അവിടുന്ന് പെടച്ച് രണാങ്കണത്തിൽ മരണപ്പെട്ടു പോയി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ വായിക്കുമ്പോൾ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഈ ആയത്ത്, ഈ കഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദാവൂദിന്റെ കയ്യിലാണ് അപ്പുറത്തെ ശത്രുസേനയുടെ സേനാധിപതിയായിട്ടുള്ള ജാലൂത്തിനെ കൊലപ്പെടുത്തിയത്. വഖതല ദാവൂദ് ജാലൂത. ദാവൂദ് ജാലൂത്തിനെ കൊലപ്പെടുത്തി. ദാവൂദ് ജാലൂത്തിനെ കൊലപ്പെടുത്തിയപ്പോ പിന്നെ ആ ശത്രു വിഭാഗത്തിന്റെ അങ്ങളെ ഊർജമെല്ലാം, അങ്ങളെ സ്ഥൈര്യമെല്ലാം, അങ്ങളെ വീര്യമെല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഈ മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക് എന്തെന്നില്ലാത്ത ധൈര്യം വന്നു. അവർ പുലിക്കുട്ടിയെ പോലെ ഗർജിക്കുന്ന സിംഹത്തെ പോലെ എടുത്തെടുത്ത് ചാടിയപ്പോ അവർക്ക് അവിടെ നിൽക്കക്കള്ളിയില്ലാതെയായി അവർ തോറ്റോടിപ്പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 ലക്ഷത്തോളം വരുന്ന ആളുകളെ പരാജയപ്പെടുത്തിയത് തണ്ണി കുടിക്കാത്ത അതേ താലൂത്ത് രാജാവിന്റെ വാക്കുകൾ കേട്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച 300 ചില്ലാനം ആളുകളായിരുന്നവരെ പരാജയപ്പെടുത്തിയത്. മനസ്സിലാക്കണം, ഇത് ബദർ പോലത്തെ ഒരു സംഭവമായിരുന്നു. ഇനി എന്റെ സഹോദരങ്ങളെ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തെ പരാമർശിക്കുമ്പോ നമ്മുടെ അല്ലാഹു തആല ചൊല്ലുന്നത്, ഇതിൽ കണ്ണുള്ളവർക്ക് പാഠമുണ്ട്. കണ്ണുള്ളവർക്ക് പാഠമുണ്ട്. എന്തിനാ പാഠം? ഈ ബദർ യുദ്ധത്തിൽ ഇവർക്ക് വിജയമുണ്ടായത് അള്ളാഹുവോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ്. മനസ്സിലാക്കണം, അള്ളാഹുവോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ്, അള്ളാഹുവോട് സഹായം തേടിയതിന്റെ ഫലമായിട്ടാണ്, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ആ വിജയമുണ്ടായത് എന്ന് ഇത് കണ്ണുള്ളവർക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്നാൽ കണ്ണില്ലാത്ത ഒരു വിഭാഗം, കണ്ണ് പൊട്ടിപ്പോയ പൊട്ടന്മാരായ ഒരു വിഭാഗം ഈ മുസ്ലിം ഉമ്മത്തിലുണ്ട്. അവരിത് മനസ്സിലാക്കുന്നില്ല. നമുക്ക് ഓരോ വർഷവും ബദർ വരുമ്പോ, ഈ ബദറിനെ നാം ഓർക്കുമ്പോ നമ്മുടെ ഈമാൻ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നാം ഈ ബദർ ഓർക്കുന്നത്. ബദറിന്റെ അനുസ്മരണത്തിലൂടെ നമ്മുടെ ഈമാൻ, നമ്മുടെ തഖ്വ, നമ്മുടെ ക്ഷമയെ റീചാർജ് ചെയ്യണം. എന്നാൽ ഇവിടെ മറ്റൊരു വിഭാഗമുണ്ട് കൂട്ടരെ, മുസ്ലിം പേരിൽ അറിയപ്പെടുന്നവർ. അവർക്ക് ബദർ എന്ന് പറഞ്ഞാൽ ബദരീങ്ങളോട് പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ നേർച്ച നേരാനും, എന്നിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് പറഞ്ഞിട്ട് കുറെ സദ്യയും ഭക്ഷണവും ഉണ്ടാക്കി അത് തിന്ന് അത് ശപാടമാക്കി തീർന്നാൽ അവർക്ക് കഴിഞ്ഞു ബദർ അനുസ്മരണം. നമുക്ക് നാളെയുള്ള ദിവസങ്ങൾ അത് കാണാൻ സാധിക്കും. അത്രയും ആളുകൾ പള്ളികളിൽ ഒരു മൗലൂദ് പാരായണം ചെയ്യുന്നു. ആ മൗലൂദിന്റെ പേരാണ് ബദർ മൗലൂദ്. ബദർ മൗലൂദ് നേർച്ചയാണ്. മനസ്സിലാക്കണം, ബദരീങ്ങളുടെ പേരിലുള്ള നേർച്ചയാണ് അവർക്ക് നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ 17 ദിവസങ്ങൾ അവർക്ക് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ ബദരീങ്ങളുടെ പേരിൽ ഒരു നേർച്ച അല്ലാഹു റസൂലോ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു റസൂലോ അങ്ങനെ ബദരീങ്ങളുടെ പേരിൽ ഒരു നേർച്ച അവർ കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നേർച്ചാണ്ട് ചൊല്ലുന്നത് ഇബാദത്താണ്. നേർച്ചാണ്ട് ചൊല്ലുന്നത് ആരാധനയാണ്. അത് അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടുള്ളതല്ല. അതിൽ ഈമാനികമായ ഉണർവല്ല ഉണ്ടാവുക. ഇവന്മാർ വാദിക്കുന്നത് എങ്ങനെയാണ്? ബദരീങ്ങൾക്ക് നമ്മൾ നേർച്ച നേരുക, ബദർ ശുഹദാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ പേര് പറഞ്ഞ് സദ്യയുണ്ടാക്കുക, അതിലൂടെ നമ്മുടെ ഈമാനിന് ഉണർവുണ്ടാകുമെന്നാണ് അവർ പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ പേരിലാണ് അവർ ബദർ മൗലൂദ് ഓതുന്നത്. ബദർ മൗലൂദോട് ചെന്നെങ്കിൽ എന്തിനെ? നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനാ ബദർ മൗലൂദിലുള്ളത്? ഒരുപാട് കള്ളക്കഥകളാണ്. കള്ളക്കഥകളെന്ന് മാത്രമല്ല, ബദരീങ്ങളോട് സഹായം തേടുന്ന ബദറിലെ ശുഹദാക്കളെ വിളിച്ച് അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന ഭാഗങ്ങളാണ് ഇതിലുള്ളത്.
ബദരീങ്ങളുടെ പേര് എഴുതി വെച്ചാൽ അത് കാവലുണ്ടാകും, ആ വീട്ടിൽ കാവലുണ്ടാകും. അവരുടെ കാവലിന് ചോദിക്കണം. കാരണം ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ, അവർ മരിച്ചവരല്ല, അവർ മരിക്കുന്നവരല്ല. ഇങ്ങനെയൊക്കെ അവർ ജനങ്ങളുടെ ഇടയിൽ എന്താക്കുന്നു, പ്രചരിപ്പിക്കുന്നു. ഒരു കഥ ഞാൻ നിങ്ങളെ ഇപ്പൊ കേൾപ്പിക്കറ, വേഗത്തിൽ പെട്ടെന്ന് ടൈമായിട്ട് ഞാൻ നിപ്പിക്കാൻ പോരെ. ബദർ മൗലൂദിലുള്ള ഒരു കഥ ഞാൻ നിങ്ങളെ ഇപ്പൊ കേൾപ്പിക്കറ, നിങ്ങൾ മനസ്സിലാക്കറോ? ഇത് കള്ളക്കഥയാണോ? എന്താണ് ആ ബദർ മൗലൂദിലൂടെ ഉദ്ദേശിക്കുന്നത്? ബദർ മൗലൂദിൽ കാണാം, ബദരീങ്ങളുടെ പോരിശകൾ ചെമ്മയുണ്ടോണ്ട് ചൊന്തോ. അതിലൊരു കഥ കാണാം. എന്തിനെ പിടിയുണ്ട് ആ കഥ? അതായത് ഒരാള് ഹജ്ജിക്ക് പോറും, എന്തിനെ കഅബ ശരീഫിക്ക് ഹജ്ജിക്കായിട്ട് പോറും. ഹജ്ജിക്ക് പോകുമ്പോ അവിടെ അയാളെ അക കാക്കണുക്ക് വേണ്ടി ആരെയും ആളെ കിട്ടിയില്ല. അപ്പൊ അയാൾ എന്താക്കിയത്, ബദരീങ്ങളെ പേരെഴുതി വെച്ച്, ബദരീങ്ങളുടെ പേര് എഴുതിയിട്ട് അതിരെ ഒരു കടലാസിൽ ഇങ്ങനെ വെച്ചിട്ട് തന്റെ ഔത്തിരെ പിന്നെ കിടക്കിയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ തൂക്കി വെച്ചിട്ട് എന്നിട്ടൊരു ആയത്തും എഴുതി വെച്ച്, അങ്ങനെ രാത്രിയായ സമയത്ത് വരുന്ന ആൾ ഒരു ജാവു, ഇയാൾ ഹജ്ജിക്ക് പോയിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ട് ഇയാൾ ഹജ്ജിക്ക് പോയിട്ട് വേറെ കാക്കൊണ്ട് ആളാരുമില്ല. ഈ ബദരീങ്ങളുടെ 313 ബദരീങ്ങളെ പേര് മാത്രം എഴുതി വെച്ചിട്ട് മനസ്സിലാക്കോറും. അങ്ങനെ ഇയാൾ ഹജ്ജിക്ക് പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോ കള്ളന്മാർ ഔത്തുക്ക് വന്നാറ് കക്കണുക്ക് വേണ്ടി. കാരണം ഈ ഔത്തിരെ ആള് ഹജ്ജിക്ക് പോയിട്ടല്ലേ, അപ്പൊ കക്കണുക്ക് വേണ്ടി എന്തെങ്കിലും കിട്ടണമെന്ന് ചെന്തോ അങ്ങ് കക്കണുക്ക് വേണ്ടി വന്നാറ്. അങ്ങനെ ഔത്തിരെ മേലയിലേക്ക് അവർ കയറിയിട്ട് അങ്ങനെ അവർ കക്കണുക്ക് നോക്കുമ്പോ കുറെ ആളുകളുടെ പളക്ക കേക്കറ്. അങ്ങ് കക്കണുക്ക് നോക്കുമ്പോ കുറെ ആളുകളുടെ പളക്ക കേക്കറ്. പിന്നെ ഈ ആയുധങ്ങളുടെ ഹത്യാറിന്റെ കുറെ ചിലമ്പൽ ശബ്ദമെല്ലാം കേക്കറ്. നിങ്ങൾക്ക് പേടിയായിട്ട് ഇതെന്തിനാ ഇത്? വളരെ മുറ്റത്തുനിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ അങ്ങ് മടങ്ങി പോയാറ് കട്ടില്ല. പിന്നെ 2ാമത്തെ നാളും 3ാമത്തെ നാളും അങ്ങ് വന്നാറ്. അണ്ടും ഇങ്ങനെ കക്കണുക്ക് നോക്കുമ്പോത്തോ സൗണ്ട് കേട്ടിട്ട് അങ്ങ് പേടിച്ചു പോയാറ്. അങ്ങനെ പേടിച്ചു പോയി. പിന്നെ കക്കണുക്ക് നിന്നില്ല. കുറച്ച് നാള് കഴിയുമ്പോ ഹജ്ജിക്ക് പോയ ആ മനുഷ്യൻ ആ ഔത്തുക്ക് തിരിച്ചു വന്നിട്ട് അവൻ ഔത്തിലിങ്ങനെ ഇരിക്കുമ്പോത്തോ ഈ കള്ളന്മാരുടെ ഒരു സർദാറിന്ന അവണു ഈ ഹജ്ജിക്ക് പോയ മനുഷ്യരട്ടെ ഇങ്ങനെ പോയിട്ട് കേട്ടാം, ഞാൻ നിങ്ങളട്ടെ ഒരു സംഗതി കേൾക്കരുത്. നിങ്ങൾ ഹജ്ജിക്ക് പോകുമ്പോത്തോ ഇവിടെ നിങ്ങൾ ആരാക്കിയിട്ടാണ് നിങ്ങൾ പോയത് കാവലുക്ക്? അപ്പൊ അയാൾ ചൊന്തോ, ഞാൻ അങ്ങനെ ഒരാളെയും കാവലുകാക്കി പോയിട്ടില്ല. നാണ് 313 ബദരീങ്ങളെ പേര് മാത്രം ഞാൻ എഴുതി വെച്ച, പിന്നെ ഒരു ആയത്തും എഴുതി വെച്ച. അപ്പൊ ശരി, പിടിയായിട്ട് നിങ്ങൾ ഔത്തരെ കാക്കരെ ആ സംരക്ഷണത്തിന് മരുന്നൊക്കെ കിട്ടിയിട്ട് പിടിയായിട്ട് ചൊന്നെങ്കിൽ നിങ്ങൾ ഔത്തരെ കാത്തത്, ആ സൗണ്ട് ഉണ്ടാക്കിയത് അത് ബദരീങ്ങളായിട്ട് തേണ്ട് ഉള്ള ഒരു വിശ്വാസം. ഈ ഒരു വിശ്വാസം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി പിടിയാകണം. എത്ര നിഗൂഢമായ നിലക്കായിട്ട് ഇവിടെ ശിർക്ക് ആ ബദർ മൗലിദിൽ പ്രചരിപ്പിക്കരുത് നിങ്ങൾ മനസ്സിലാക്കണം. ആ മൗലിദായിട്ട് കൂട്ടരെ പള്ളികളിൽ ഇങ്ങനെ ഓതി നടക്കരുത്. എന്റെ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ ഈ സഹായത്തേട്ടത്തിന് വേണ്ടി ഇങ്ങോ അതൊക്കെ ന്യായീകരണം കണ്ടുപിടിക്കുന്നത് ഒരു ആയത്ത് കൊണ്ട് വേണ്ടാറ്. എന്തിരെ ആയത്തൊക്കെ നമുക്ക് കേൾക്കൊരായത്താണ്. ഇതിങ്ങ നിരന്തരമായ നിലക്ക് വഴുതു ചൊല്ലാറ് പള്ളികളിൽ പോയിട്ട്. എന്നിട്ട് വളരെ മോശമായ ഒരു ശിർക്കിന്റെ ഒരു മെസ്സേജാണ് ഈ സമൂഹത്തിലെ പാവപ്പെട്ട ഈമാൻ ദുർബലമായിട്ടുള്ള അങ്ങളെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തും കൊണ്ട് അങ്ങളെ മനസ്സിലേക്ക് ആ ചെറിയ ഈമാൻ പോലും അങ്ങ് നശിപ്പിച്ച് കളയരുത്. എന്തിനായിട്ട് ചെന്നെങ്കിൽ അല്ലാഹുവിന്റെ
മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ മരിച്ചവരാണ് നിങ്ങൾ വിചാരിക്കണ്ട. അവർ ഹയാത്തുള്ളവരാണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അങ്ങ് ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ, അവർക്ക് ഉപജീവനം നൽകപ്പെടുന്നു, റിസ്ക് നൽകപ്പെടുന്നു. ഇതാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചവരോട് ചൊല്ലും തീരാങ് മരിച്ചവരല്ല എന്നാണ് ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത്. എത്രയോ ആളുകൾ അങ്ങനെ വിശ്വസിക്കാറ്. അപ്പൊ അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ബദരീങ്ങൾ, ഉഹുദീങ്ങൾ, ഖന്ദഖീങ്ങൾ, ഖൈബരീങ്ങൾ അങ്ങ് മരിച്ചവരല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്താക്കാം, തവസ്സുലാക്കി ഹക്ക് ജാഹ് ബർക്കത്തോട് നമുക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാം, അങ്ങോട്ട് സഹായം തേടാം. കാരണം അങ്ങ് മരിച്ചവരല്ല എന്ന് ഈ ആയത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ എന്റെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ ചൊല്ലുന്നത് നല്ല പോലെ മനസ്സിലാക്കണം. അങ്ങ് മരിച്ചിട്ടില്ല അല്ലാഹു തആല ചൊല്ലുന്നത്, അങ്ങനെ മരിച്ചവരുണ്ട് ചൊല്ലുന്നത് തീരാണ്ടല്ല ചൊല്ലുന്നത്. അല്ലാതെ ഉദ്ദേശം അങ്ങക്ക് ഈ ഭൗതിക ലോകവുമായി യാതൊരു ബന്ധമില്ല, അവർ മരിച്ചുപോയി. പക്ഷേ അവർ അല്ലാഹുവിന്റെ അടുക്കൽ അവർ മരിച്ചവരല്ല. അല്ലാഹുവിന്റെ അടുക്കൽ അവർ മരിച്ചവരല്ല. ഈ ലോകത്ത്, ഈ ഭൗതികമായ ലോകത്ത് അവർ മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ അടുക്കൽ അവർ മരിച്ചവരല്ല. അല്ലാഹുവിന്റെ റസൂൽ നമുക്കത് ചൊന്നു തന്ന്, ശുഹദാക്കളുടെ ജീവിതം നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പാടി തന്ന്, ഈ ആയത്തിന്റെ വിശദീകരണം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ചൊന്നു തന്ന്. എന്തിനായിട്ട് ചൊന്നെങ്കിൽ ഇന്ന അർവാഹ ശുഹദാ, ശുഹദാക്കന്മാരുടെ ആത്മാക്കൾ അത് ഫീ ഹവാസിൽ തൈരിൻ ഖുദരിൻ, ഒരു പച്ച പക്ഷിയുടെ ഉള്ളങ്ങളിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷിയെ വിടും. എന്തിനെ? ശുഹദാക്കളുടെ റൂഹിനെ ഒരു പച്ച വർണ്ണത്തിലുള്ള പക്ഷിയുടെ ഉള്ളത്തിലാക്കിയിട്ട് വിടും. എന്നിട്ട് തസ്റഹു ഫിൽ ജന്ന ഹൈസു ശാഅത്, അത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്വർഗ്ഗത്തിൽ ഇങ്ങനെ മേഞ്ഞു നടക്കരുത്. ഇതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അവർക്ക് അവിടെ വെച്ചിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള വിഭവങ്ങൾ, ഉപജീവനങ്ങൾ, റിസ്കുകൾ അല്ലാഹു തആല കൊടുക്കരുത്. അത് ആത്മീയമായ ലോകത്ത്, അദൃശ്യമായ ലോകത്ത് നടക്കുന്ന സംഭവം. നമുക്കതിനെ പറ്റി അല്ലാഹും റസൂലും പഠിപ്പാടി തന്നതിന്റെ അപ്പുറം നമുക്കതിനെ അനുമാനിക്കാൻ സാധ്യമല്ല. അല്ലാഹും റസൂലും നമുക്ക് എന്തിനെ പഠിപ്പാടി തന്നത് അവിടെ നാം നിൽക്കണം. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പാടി തന്നത് ഈ ഭൗതിക ലോകവുമായിട്ട് അങ്ങക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെയോ ആ ശുഹദാക്കളുടെ ആത്മാക്കൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലായിട്ടിക്കറ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ നിരീക്ഷണത്തിലായിട്ടിക്കറ്. അപ്പൊ അതുകൊണ്ട് ഈമാൻ ഉണ്ടാവണക്ക് വേണ്ടി ബദർ മൗലൂദ് കളിക്കണം. ബദർ മൗലൂദിലൂടെ ബദരീങ്ങളുടെ പോരിശ നമ്മൾ ചൊല്ലുന്നത്. ബദരീങ്ങളെ പോരിശ അറിയണമെങ്കിൽ നമുക്ക് ബദർ മൗലൂദ് നോക്കേണ്ട ആവശ്യമില്ല കൂട്ടരെ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഹബീബായ റസൂലിന്റെ തിരുസുന്നത്ത് ഹദീസിൽ എത്രയോ ബദരീങ്ങളുടെ പോരിശകൾ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു തന്നത്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനെ വിട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന്, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് റസൂൽ കേക്കറ്, യാ റസൂലല്ലാഹ്, നിങ്ങളെ വിട്ട നിങ്ങളുടെ അടുക്കൽ ബദരീങ്ങളെ പറ്റി നിങ്ങൾ എന്തിനെ കണക്കാക്കാറ്? ബദരീങ്ങൾക്കുള്ള സ്ഥാനം എന്തിരെ, ഞങ്ങളെ പോരിശ എന്തിരെ, ഞങ്ങളെ ശ്രേഷ്ഠത എന്തിരെ എന്ന് റസൂലിട്ട് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത് മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, അങ്ങോ ഈ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അങ്ങനെ പദവി വേറെ മുസ്ലിമീങ്ങൾക്കില്ല. അങ്ങനെട്ട ഓ ബദറിൽ അങ്ങ് പങ്കെടുത്താറ്, ആ ബദറിൽ അങ്ങ് ഹാജരായാറ് എന്നതിന്റെ കാരണം കൊണ്ട് അല്ലാഹു തആല അങ്ങനെട്ട എത്രമാത്രം ആദരവായിട്ടിക്കറ്, എത്രമാത്രം കറാമത്തായിട്ടിക്കറ് അങ്ങനെട്ട കാട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അങ്ങക്ക് എന്ത് ചെയ്യണം, ഈ ദുനിയാവിൽ എന്ത് ചെയ്യണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങക്ക് പെർമിഷൻ കൊടുത്തത്. സഹിഹായ ഹദീസാണ്. ചെന്നെങ്കിൽ അങ്ങ് എന്ത് തോന്നിയത് പോലെ ചെയ്യട്ടല്ല അർത്ഥം. അത്രമാത്രം അങ്ങ് അല്ലാഹു തആല ആദരിച്ചത് മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, അങ്ങ് മുസ്ലിമീങ്ങളിൽ ശ്രേഷ്ഠരായ ആളുകളാണ് എന്ന് ചൊല്ലുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചൊന്നു, വകദാലിക മൻ ഷഹിദ ബദറാ, ഇതുപോലെ ആയിട്ട് ബദറിൽ ഹാജരായ ആളുകൾ മലക്കുകളിൽ നിന്നിട്ട് പിടിയിത്തല്ലേ. അല്ലാഹുവിന്റെ മലക്കുകൾ ബദറിൽ വന്നിറാർ എന്നത് ഈ ഹദീസ് തെളിവാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ബദറിൽ ഹാജരായിറാറ്. ആ ബദറിൽ ഹാജരായ മലക്കുകൾ
മലക്കുകളുടെ കൂട്ടത്തിൽ വലിയ പോരിശയുള്ള മലക്കുകളായിട്ടിക്കറ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊന്ത്. അപ്പൊ ബദറിൽ ഹാജരായ ഭൂമി ലോകത്തുള്ള നബിയും നബിയുടെ അനുയായികളും മാത്രമല്ല മലക്കുകൾക്ക് പോലും ശ്രേഷ്ഠതയുണ്ട്. ആര് ചൊന്ത്? ജിബ്രീൽ അലൈഹിസ്സലാം ചൊന്ത്. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, ബദരീങ്ങളുടെ ശ്രേഷ്ഠത ബദർ മൗലൂദിലൂടെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ കിതാബിലൂടെ ആയിട്ടിക്കണം, ഖുർആനിലൂടെ ആയിട്ടിക്കണം. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, കണ്ണുള്ളവർക്ക് ഇതിൽ പാഠമുണ്ട്. പിന്നീട് നാം മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിൽ, അതായത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളായ ന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിലാണ്, വലിയ ഭയത്തിലും പേടിയിലുമാണ്. കാരണം ഫാസിസമാണ് ഇവിടെ ആധിപത്യം, ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഫാസിസം എന്നുള്ളത് നമ്മുടെ ഔത്തര ഉൾഗത്തുകും ഇപ്പൊ എത്തിക്കഴിഞ്ഞു. നല്ലപോലെ മനസ്സിലാക്കണം എൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ. ഫാസിസം നമ്മുടെ ഔത്തര ഉൾഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഔത്തിൽ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കണോണ്ട് തീരുമാനിക്കരുത്, അത് ചെക്കാക്കരുത്, ഫാസിസമായിട്ടിക്കരുത്. അവിടത്തേക്ക് എത്തി. നമ്മുടെ ഔത്തിൽ എന്ത് കറി വെക്കണം, എന്ത് നമുക്ക് അയക്കണോ, എന്ത് പൊരിക്കണോ, എന്ത് പൊറുക്കണോ എന്ന് തീരുമാനിക്കരുത് ഫാസിസമായിട്ട് ഇക്കര അവിടത്തോളം എത്തി സാഹചര്യം. നമ്മുടെ ഉത്തര ഉൾഗ ഫാസിസം എത്തിത്ത്. നമ്മുടെ ഉത്തര ഉൾഗ മാത്രമല്ല, പള്ളിയുടെ ഉൾഗവും പള്ളിയിൽ എന്ത് ഇബാദത്തെടുക്കണം, എന്ത് തീരാണ്ട് നിർണയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിത്ത് ഈ കാലഘട്ടം. എന്ന് മാത്രമല്ല, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മക്കൾ ഏത് വസ്ത്രം ധരിക്കണം, അത് എവിടെയെല്ലാം കവറാക്കണം തീരാണ്ട് തീരുമാനിക്കരുത്. അങ്ങോ ഫാസിസം, ഫാസിസ്റ്റ്, അക്രമികളായ അക്രമാസക്തനായ ആളുകളായിട്ടിക്കറ് അവിടത്തോളം എത്തിയ ഈ സാഹചര്യം ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗം വലിയ ആശങ്കയിലാണ്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ആശങ്കക്ക് യാതൊരു വകയുമില്ല. രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഒന്ന് ബദർ, മറ്റൊന്ന് താലൂത്ത് രാജാവിന്റെ പിന്നിലുള്ള ചെറിയ വിഭാഗമായ കറകളഞ്ഞ ഈമാനിന്റെ ആളുകൾ. അത് നമുക്ക് പാഠമാകണം. എന്തായിരുന്നു അവരുടെ ഊർജം? അതിൽ നിന്നിട്ട് നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളണം. അതിൽ നിന്നിട്ടായിരിക്കണം നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടേണ്ടത്. ഈമാനായിട്ടെന്ത്, ക്ഷമയായിട്ടെന്ത്, അല്ലാഹുവോടുള്ള അചഞ്ചലമായ വിശ്വാസമായിട്ടെന്ത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ഈ വാക്ക്, കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാന്റെ ദീനിന്റെ സഹായികളാകണം. അള്ളാഹുവിന്റെ ദീനായിട്ടിക്കണം ഇവിടെ ശാശ്വതമായി നിലനിൽക്കേണ്ടത്. ഇത് അള്ളാന്റെ തീരുമാനമാണ്. ആ ദീനിൽ നാം അടിയുറച്ചു നിന്നാൽ അള്ളാന്റെ സഹായം നമുക്കുണ്ടാകും. അതൊക്കെ വേണ്ടത് തൗഹീദിൽ അടിയുറച്ച ജീവിതമാണ്. അല്ലാമാ ഇഖ്ബാൽ ചൊന്നതുപോലെ, തൗഹീദ് കി അമാനത്ത് സീനോ മേ ഹി ഹമാരാ, ആസാൻ നഹീ മിട്ടാനാ നാമോ നിശാൻ ഹമാരാ. കറകളഞ്ഞ തൗഹീദായ ഈമാൻ, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു ഞങ്ങൾ ഒട്ടികയുണ്ട്. ഉൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് കൈവർത്തിയും കൊണ്ടുള്ള ആ പ്രാർത്ഥന, അത് നമ്മുടെ സീൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ, നമ്മുടെ പേര്, നമ്മുടെ ചിഹ്നം മായിച്ചു കളയണുകോ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതായിട്ടിക്കണം, ഈ കരുത്ത് നമുക്കുണ്ടാകണം, ഈ വിശ്വാസം നമുക്കുണ്ടാകണം. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലരായി പോകരുത്, ഭയവിഹ്വലരായി പോകരുത്. നിങ്ങൾ ഈമാനിന്റെ ഉടമകളാണെങ്കിൽ നിങ്ങൾ ദുഃഖിച്ചു പോകണ്ട, ദുർബലരായി പോകണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്. ഈ സന്ദർഭത്തിൽ, ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ ദശാസന്ധിയിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് പരിശുദ്ധ ഖുർആന്റെ ഇത്തരത്തിലുള്ള ആയത്തുകൾ, ഇത്തരത്തിലുള്ള കഥകൾ നമുക്ക് പാഠമാകണം. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ആത്മവീര്യമുള്ള ഒരു സത്യവിശ്വാസിയെ പരാജയപ്പെടുത്താൻ ഇവിടെ ആർക്കും സാധ്യമല്ല. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം എപ്പോ കണക്കാക്കിയോ അതിൽ നിന്ന് അല്പം മുമ്പോ പിമ്പോ പോവുകയില്ല. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് നാം മരിക്കുന്നതെങ്കിൽ
നാളെ പരലോകത്ത് നാം ജീവനുള്ളവരാണ് അല്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ ചൊന്നത് വലാ തുഹസ്സിലൂഹും വലാ തുസല്ലി അലൈഹിം, അവരെ നിങ്ങൾ കുളിപ്പിക്കണ്ട, അവരുടെ മേൽ നിങ്ങൾ നിസ്കരിക്കണ്ട, കുളിപ്പിക്കണ്ട. നിങ്ങളെ നിസ്കാരമോ നിങ്ങളെ കുളിപ്പിക്കലോ അവർക്ക് ആവശ്യമില്ല. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനത്തിലാണുള്ളത്. നമുക്ക് ദുന്യാവിലൊക്കെ ഇങ്ങനെ അവരുടെ രക്തം, ജലം, അവരുടെ മുറിവുകൾ ഉറ്റി പോകുമ്പോൾ ചിലപ്പോൾ ഒരു വാസന വരും. പക്ഷെ ആ വാസന ഇവിടെയാണ്, ഈ ദുന്യാവിലാണ്. നാളെ ബർസഖിയായ ലോകത്ത് യഫൂഹു മിസ്കാ, അത് മസ്കായി കസ്തൂരിയുടെ മണമാണ് ശുഹദാക്കളുടെ രക്തത്തിലുള്ളത്. ശുഹദാക്കളുടെ ശരീരത്തിന് മുറിവിന്നിട്ട് ഉറ്റി വീഴുന്ന ആ ചോര, ആ ചലത്തുക നാളെ ബർസഖിയായ ലോകത്ത് എല്ലാവരും മുമ്പിൽ കസ്തൂരിയുടെ മണമാണ്. ആ മണം നിങ്ങൾ നശിപ്പിക്കണ്ട, നിങ്ങളെ കുളിപ്പാട്ടിട്ട്. അതുകൊണ്ട് നിങ്ങൾ കുളിപ്പിക്കണ്ട, അങ്ങക്ക് നിങ്ങൾ നിസ്കരിക്കണ്ട, അതേപോലെ നിങ്ങൾ മറവാടറോ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അപ്പൊ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നാം കറകളഞ്ഞ ഈമാനിന്റെ ഉടമകളാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ കറകളഞ്ഞ ഈമാനിന്റെ ഉടമകളാകണം. ഏതുപോലെ താലൂത്തിന്റെ കൂടെ 70,000 സൈന്യം പോയി അങ്ങ് ധാരാളം വെള്ളം കുടിച്ച് വയറ് നിറച്ചപ്പോ അവർക്കുണ്ടായ അനുഭവം, അവരെന്തു പറഞ്ഞു? ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ലാ താഖത ലനാ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതേപോലെ ആ താലൂത്തിന്റെ വെള്ളം കുടിച്ച ആളുകളെ പോലെ റമദാൻ 17-ന് ബദർ മൗലിദും നേർച്ചയും സദ്യയും കഴിച്ച് ശാപാടാക്കുന്നവർക്കും അള്ളാഹുവിനെ ദീനിക ത്യാഗം ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുടെ ദീനിക അങ്ങക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുടെ ദീനിക ത്യാഗം ചെയ്യാൻ സാധിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലിയുഹിക്കൽ ഹഖ വയുബ്തിലൽ ബാതില വലൗ കരിഹൽ മുജ്രിമൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഓ കലിമത്തു തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ഓ കലിമത്തു തൗഹീദാകുന്ന ആദർശത്തിലെ വളർച്ചക്കും ഉയർച്ചക്കും വേണ്ടി ആരിവിടെ പരിശ്രമിക്കാറോ അവർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ ദീനിക ത്യാഗം ചെയ്യാൻ സാധിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പാട്ടിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കറകളഞ്ഞ ഈമാനിന്റെ ഉടമകൾ അല്ലാഹു നമ്മളെ ആക്കി തീർക്കുമാറാകട്ടെ. ഖുർആനിൽ അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞത് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ബദരീങ്ങളെ പറ്റി നമുക്ക് ചൊല്ലുന്നത് എങ്ങനെയാണ്? എന്തേ? ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരായിട്ടിക്കര ഹഖായ മുഅ്മിനുകൾ, അവരെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത്. അവരെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത്. ആ ബദരീങ്ങൾക്ക് ആ ബദർ യുദ്ധത്തിൽ ഇസ്ലാമിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിക്കുകയായത് എന്തുകൊണ്ടാണ്? എല്ലാം അവർ അള്ളാഹുവിൽ വരമേൽപ്പിച്ചു, അള്ളാഹുവിനെ അവർ ഇടപിടിപ്പിച്ചു. അപ്പോഴല്ലാഹുവിൻ്റെ സഹായമുണ്ടായി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇനിയുള്ള നാളുകൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവോട് ധാരാളമായി പ്രാർത്ഥിക്കുവാൻ, അതേപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ധാരാളമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമസ്കാരത്തിന് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കലിടയിലുള്ള പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുന്ന ഇജാബത്തിന്റെ പ്രാർത്ഥനയാണ്. ധാരാളമായി ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ എളുപ്പത്തിൽ അതെല്ലാം തന്നെ ദൂരീകരിച്ചു തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് കുറേ കാലം ഈ ഫാസിസം നീണ്ടു നിൽക്കൂല. ഈ യുദ്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞ ഒരു വാക്കുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അത് വളരെ ശ്രദ്ധേയമായ വാക്കാണ്. അതെന്തിനായിട്ട് ചൊന്നെങ്കിൽ വലൗലാ ദഫഉല്ലാഹിൻ നാസ ബഅദഹും ബിബഅദിൻ ലഫസദത്തിൽ അർള് വലൗലാ ദഫഉല്ലാഹിൻ നാസ ബഅദഹും ബിബഅദ്. അല്ലാഹു തആല മനുഷ്യരിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം കൊണ്ട് ഇവിടെ തടുക്കലുണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഭൂമിയുടെ വ്യവസ്ഥ താറുമാറായി പോകും. ചെന്നെങ്കിൽ അക്രമികളായ ആളുകൾ ഇവിടെ ഇങ്ങനെ അക്രമവും അന്യായം നടത്തിക്കൊണ്ട് പോകുമ്പോൾ കുറേ കാലം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയാൽ പിന്നെ ഈ ഭൂമിയിലെ വ്യവസ്ഥ താറുമാറാകും. അതല്ല ബുടൂലാണ്ടെന്ന് ചൊല്ലരുത്, അത് നാ ബുടൂല. അങ്ങനെ അക്രമാസക്തമാകുമ്പോ, ഭ്രാന്തമായ നിലപാട് സ്വീകരിക്കുമ്പോ, അങ്ങനെ ഫാസിസം ഇങ്ങനെ അവരുടെ ആ കൊള്ളയും കൊലപാതകവും, അതേ ഞങ്ങൾ മുസ്ലിം സ്ത്രീകൾ ഞങ്ങൾ വ്യഭിചാരം ചെയ്യും, ബലാത്സംഗം ചെയ്യും, അവർ
എന്നൊക്കെ പറയുമ്പോൾ അത് കുറെ കാലം നീണ്ടു നിൽക്കൂല. അല്ലാഹു തആല വേറെ ഒരു വിഭാഗത്തെ കൊണ്ട് അതിനെ തച്ച് തകർക്കും. ഇത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ വാഗ്ദാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിടൂല. ഈ ഭൂമിലോകത്ത് ഒരു കുറച്ചു കാലം മാത്രമാണ്. അവരുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഫാസിസ്റ്റുകളുടെ ഭ്രാന്തമായ അക്രമാസക്തമായ അവരുടെ നിലപാടുകളുടെ നാളുകൾ എണ്ണിക്കഴിഞ്ഞു. ഈ പരിശുദ്ധ റമദാനിൽ അല്ലാഹുവോട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് കറകളഞ്ഞ ഈമാൻ, തഖ്വ, ഇസ്തിഖാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങൾ, ചെറുതും വലുതുമായ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ആളുകൾക്ക് പാപമോചനം നൽകുന്നു. എത്രയോ ആളുകൾ അല്ലാഹു തആല നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നുണ്ട്. ആ വിഭാഗത്തിൽ ഈ സാധുക്കളായ പാവങ്ങളായ ഈ വിഭാഗമായി നമ്മൾ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ രക്തസാക്ഷികളായ, അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ സാലിഹീങ്ങളായ അമ്പിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ അവരുടെ കൂടെ നാളെ പരലോകത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരിച്ചുപോയ എത്രയോ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തോപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് പേര് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. വേറെ പല വിധത്തിലുള്ള ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ, കഷ്ടസങ്കഷ്ടങ്ങളെല്ലാം അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. റഹ്മുർ-റഹീമായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബേ, അവരുടെ എല്ലാ കടങ്ങൾ, അവരുടെ എല്ലാ കഷ്ടസങ്കഷ്ടങ്ങൾ, അവരുടെ എല്ലാ പ്രയാസങ്ങൾ, അവരുടെ എല്ലാ ദുരിതങ്ങളും നീ നീക്കി കൊടുക്കണം റഹ്മാനെ. നിന്റെ സാലിഹീങ്ങളായ ദാസന്മാരായി, നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ച് ഈ ലോകത്തോട് വിട പറയുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ യാ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.